നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി ജനങ്ങൾ ഉന്നയിച്ചു വരുന്ന പരാതികൾക്കും ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്ന തരത്തിൽ ഒരു സുപ്രധാന നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻഗണന പിങ്ക് റേഷൻ കാർഡ് അഥവാ PHH കാർഡ് ലഭിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർന്നു വരികയായിരുന്നു. ഇപ്പോൾ ആ ആവശ്യങ്ങൾ സർക്കാർ ഗൗരവപരമായി പരിഗണിച്ചിരിക്കുകയാണ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തിയ ഉന്നതതല യോഗത്തിൽ മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കുന്നതിനായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിരവധി കുടുംബങ്ങൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ സർക്കാർ നിലവിൽ ഇപ്പോൾ എന്താണ് പരിഗണിക്കുന്നത്, നിലവിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഭേദഗതി ആവശ്യമായി വന്നത്, പുതിയ മാറ്റങ്ങൾ വന്നാൽ ആർക്കൊക്കെ പ്രയോജനം ലഭിക്കാം, ആർക്കൊക്കെ ബാധിക്കാം എന്നതെല്ലാം വിശദമായി നമുക്ക് പരിശോധിക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നിലവിലുള്ള മാനദണ്ഡങ്ങൾ കാരണം നിരവധി അർഹരായ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പോലും കഴിയില്ലെന്നാണ് വ്യാപകമായി പരാതി വന്നിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ മൂലം പലരും പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യമുണ്ട്. ഈ പ്രശ്നങ്ങൾ സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നിലവിലെ മാനദണ്ഡങ്ങൾ വീണ്ടും പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വീടിന്റെ വിസ്തീർണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡം പല കുടുംബങ്ങൾക്കും വലിയ തടസ്സമാണ്. 1000 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീടാണെങ്കിൽ പലർക്കും മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ വീടിന്റെ വലിപ്പം മാത്രം നോക്കി കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്താൻ കഴിയില്ല. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പഴയ വീടായിരിക്കാം. വീട് വലുതാണെങ്കിലും അതിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കാം. അറ്റകുറ്റപ്പണികൾ പോലും നടക്കാൻ കഴിയാത്ത കുടുംബങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന്റെ വിസ്തീർണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരിക്കുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വീടിന്റെ പരമാവധി വിസ്തീർണം 1200 ചതുരശ്ര അടി വരെ ഉയർത്തുന്ന കാര്യം പരിഗണനയിലുണ്ട്. നിലവിലെ മാനദണ്ഡങ്ങൾ കാരണം നിരവധി പട്ടികജാതി കുടുംബങ്ങൾക്കും അപേക്ഷ നൽകാൻ സാധിക്കില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. വീടിന്റെ വിസ്തീർണം 1000 ചതുരശ്ര അടി കടന്നതിന്റെ പേരിൽ അപേക്ഷ പോലും സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വീടുകളുടെ യഥാർത്ഥ അവസ്ഥ പരിശോധിക്കുമ്പോൾ പലതും പഴക്കമുള്ളതും അറ്റകുറ്റപ്പണി ആവശ്യമായുമുള്ളതുമാണ്. ഈ സാഹചര്യം പരിഗണിച്ച് വീടിന്റെ വിസ്തീർണ മാനദണ്ഡത്തിൽ ഇളവ് നൽകിയതിനെ സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ അഭിപ്രായവും സർക്കാർ തേടുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം സ്വകാര്യ വാഹനവുമായി ബന്ധപ്പെട്ടതാണ്. നിലവിലെ വ്യവസ്ഥകൾ കാരണം ചെറിയ 4 ചക്ര വാഹനം സ്വന്തമായുള്ള പല കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡിന് അർഹത നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ എല്ലാ വാഹന ഉടമകൾക്കും സാമ്പത്തികമായി ഉയർന്ന നിലവാരം ഉള്ളവരാണെന്ന് പറയാനാവില്ല. പലരും വർഷങ്ങൾ പഴക്കമുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. വീട്ടിൽ കിടപ്പ് രോഗികൾ ഉണ്ടാകാം. ഭിന്നശേഷിക്കാരായ അംഗങ്ങളെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമുണ്ടാവാം. അത്തരം ആവശ്യങ്ങൾക്കായി വാങ്ങിയ ചെറിയ വാഹനത്തിന്റെ പേരിൽ മാത്രം മുൻഗണനാ കാർഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. 800 cc വരെ എൻജിൻ ശേഷിയുള്ള സ്വകാര്യ 4 ചക്ര വാഹനമുള്ളവർ മുൻഗണനാ കാർഡ് അനുവദിക്കുമോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതും അന്തിമ തീരുമാനമല്ല. ഇത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി പഠന വിധേയമാക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഭൂവിസ്തൃതിയും ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. നിലവിൽ ഏക്കറിലധികം ഭൂമിയുള്ളവർക്ക് നിരവധി നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ എല്ലാ ഭൂമിയും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് കാരണം വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ കഴിയാത്ത ഭൂമിയുണ്ട്. ഇത്തരത്തിലുള്ള ഭൂമിയുടെ പേരിൽ മാത്രം കുടുംബങ്ങളെ അർഹതയിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനാലാണ് കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയെ എങ്ങനെ പരിഗണിക്കണം എന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കുന്ന
ഉദ്യോഗസ്ഥർ പ്രധാനമായും 3 കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. ഒന്ന് വീടിന്റെ വിസ്തീർണം, രണ്ടാമത് സ്വകാര്യ 4 ചക്ര വാഹനം, മൂന്നാമത് ഭൂവിസ്തൃതി. ഈ 3 മാനദണ്ഡങ്ങളും യഥാർത്ഥ മാറ്റം ആവശ്യമുണ്ടോ എന്നതാണ് വിശദമായി പരിശോധിക്കുന്നത്. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇതുവരെ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം സർക്കാർ നിലവിലുള്ള 2017 ഉത്തരവിൽ ഭേദഗതി ആവശ്യമായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ പ്രാബല്യത്തിൽ വന്നതായി കരുതേണ്ട കാര്യം ഇല്ല. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമുള്ള സർക്കാർ തീരുമാനമാണ് ഇനി നിർണായകമാവുന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തിയ അവലോകന യോഗത്തിലാണ് മുൻഗണനാ റേഷൻ കാർഡിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും സർക്കാർ വിശദമായ പരിശോധന നടത്തുക. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിലവിലുള്ള 2017 ഉത്തരവിൽ ഭേദഗതി വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. വർഷങ്ങളായി ഉയർന്നുവരുന്ന നിരവധി പരാതികൾ സർക്കാർ ഗൗരവകരമായി പരിഗണിക്കുന്നുവെന്നാണ് ഈ നടപടിയിലൂടെ വ്യക്തമാവുന്നത്. മുൻഗണനാ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരു വിഷയമാണ് തലയെണ്ണി റേഷൻ വിഹിതം നൽകുന്ന കാര്യം. മന്ത്രി മുൻപ് നിയമസഭയിൽ ഇത്തരമൊരു നിർദ്ദേശം പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ലക്ഷ്യം ഓരോ കുടുംബത്തിലും അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് കൂടുതൽ യുക്തിസഹമായ രീതിയിൽ ഭക്ഷ്യധാന്യ വിതരണം സാധ്യമാക്കാനാകുമോ എന്ന് പരിശോധിക്കുകയാണ്. എന്നാൽ ഈ സംവിധാനവും നിലവിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം സർക്കാർ പിന്നീട് പ്രഖ്യാപിച്ചാൽ മാത്രമേ പുതിയ രീതി നടപ്പാക്കുകയുള്ളൂ. സർക്കാരിന്റെ ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് മുൻഗണന ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ്. ചില സാങ്കേതിക മാനദണ്ഡങ്ങൾ കാരണം അർഹരായ കുടുംബങ്ങൾ പുറത്താകുന്നു എന്ന പരാതി പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. വീടിന്റെ വിസ്തീർണം മാത്രം നോക്കാതെ അതിന്റെ യഥാർത്ഥ അവസ്ഥയും പരിഗണിക്കണോ? ചെറിയ സെക്കൻഡ് ഹാൻഡ് വാഹനമുള്ളതിനാൽ മാത്രം അർഹത നിഷേധിക്കുന്നത് ശരിയാണോ? കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയെ എങ്ങനെ വിലയിരുത്തണം? ഇത്തരം ചോദ്യങ്ങൾക്കാണ് റിപ്പോർട്ടിലൂടെ വ്യക്തമായ ശുപാർശകൾ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഉയർന്ന മലനിരകളിലും ദുർഘട പ്രദേശങ്ങളിലും താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനായി റേഷൻ കടകളുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധ്യത റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് നടപ്പിലായാൽ ദൂരപ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പൊതുവിതരണ സംവിധാനം ലഭ്യമാക്കാൻ സഹായകരമാകും. സംസ്ഥാനത്ത് സ്കൂൾ കോളേജ് തലത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ക്ലബ്ബുകളുടെ പ്രവർത്തനവും സർക്കാർ വിലയിരുത്തിയിട്ടുണ്ട്. ഉപഭോക്തൃ ആവശ്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ കൂടുതൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദേശം 1500 കൺസ്യൂമർ ക്ലബ്ബുകൾ പ്രവർത്തിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഭക്ഷ്യസുരക്ഷ, ഉപഭോക്തൃ സംരക്ഷണം, കൃത്യമായ തൂക്കം, ഗുണനിലവാരം എന്നിവയെക്കുറിച്ചുള്ള അവബോധം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ശ്രമം. സപ്ലൈകോയുടെ പ്രവർത്തനവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സർക്കാർ വിവിധ പദ്ധതികൾ ആലോചിക്കുന്നതായി നേരത്തെ അറിയിച്ചിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൺവീനിയൻസ് സ്റ്റോറുകൾ ആരംഭിക്കുക എന്ന ആശയവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം സപ്ലൈകോയുടെ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഇത്തരം പദ്ധതികൾ നടപ്പിലായാൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരതയുള്ള സംവിധാനം ഒരുക്കുന്നതിനും സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട്. കർഷകർക്ക് കൃത്യമായ തൂക്കവും സമയബന്ധിതമായ നടപടികളും ഉറപ്പാക്കുക എന്ന രീതിയിൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിപ്പിക്കുന്ന പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കാനും ഈ പദ്ധതിയുടെ സഹായമാവും. റേഷൻ കടകളിൽ ഉപയോഗിക്കുന്ന POS സംവിധാനത്തിലും ചില സാങ്കേതിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. POS മെഷീനെ വെയിങ് സ്കെയിൽ സംവിധാനവുമായി ബന്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. ഇത് നടപ്പിലായാൽ തൂക്കത്തിലെ കൃത്യത വർദ്ധിപ്പിക്കാനും പൊതുവിതരണ സംവിധാനത്തിലെ സുതാര്യത കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായമാകുമെന്നാണ് പ്രതീക്ഷ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം, നിലവിൽ പുതിയ മാനദണ്ഡങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയ ഘട്ടത്തിലാണ് ഇപ്പോൾ നടപടികൾ ഉള്ളത്. അതിനാൽ ഇപ്പോൾ ആരും പുതിയ അപേക്ഷ നൽകേണ്ടതോ നിലവിലെ കാർഡിൽ ഉടൻ മാറ്റം വരുത്തേണ്ടതോ ഔദ്യോഗിക അറിയിപ്പുകളിൽ ഉണ്ടായിട്ടില്ല. സർക്കാർ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഉത്തരവിറക്കുകയാണെങ്കിൽ മാത്രമേ പുതിയ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുവരെ നിലവിലുള്ള ചട്ടങ്ങളാണ് തുടരുക.
സുഹൃത്തുക്കളെ, വർഷങ്ങളായി നിരവധി കുടുംബങ്ങൾ ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾ സർക്കാർ ഇപ്പോൾ വീണ്ടും പരിശോധിക്കുന്നതാണ്. ഈ നീക്കത്തിന്റെ പ്രധാന പ്രത്യേകത വീടിന്റെ വിസ്തീർണം, ചെറിയ സ്വകാര്യ വാഹനം, അതുപോലെ കൃഷിയോഗ്യമല്ലാത്ത ഭൂമി എന്നിവയുടെ പേരിൽ മാത്രം അർഹത നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നത് വരാനിരിക്കുന്ന റിപ്പോർട്ടും സർക്കാർ തീരുമാനങ്ങളും വ്യക്തമാക്കും. അതുപോലെ തന്നെ തലയെണ്ണ റേഷൻ വിഹിതം, സപ്ലൈകോ സേവനങ്ങളുടെ വികസനം, ഇ പോസ് പരിഷ്കാരങ്ങൾ, ആദിവാസി മേഖലകളിലെ റേഷൻ വിതരണം തുടങ്ങിയ വിഷയങ്ങളും തുടർ തീരുമാനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ സർക്കാർ ഉത്തരവോ ഔദ്യോഗിക പ്രഖ്യാപനമോ വന്നാൽ അതിന് മുഴുവൻ വിശദാംശങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തുക ഈ പദ്ധതിയെ കുറിച്ചുള്ളത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.